അല്ല, നീ ഇത്ര പെട്ടെന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാ? നീ ഇപ്പഴല്ലേ ലഞ്ച് ബ്രേക്കിന് പോയേ? എടി ഞാൻ പെട്ടെന്ന് ഭക്ഷണം കഴിക്കൂ. എനിക്ക് 5 മിനിറ്റ് ഒന്നും വേണ്ട. ഞാൻ നല്ല ഫാസ്റ്റ് ആയിട്ട് കഴിക്കും. വെറുതെ അല്ല നീ തടി കുറയാത്തെ. നീ എങ്ങനെ തടി കുറയാ? നീ ഇത്രയും സ്പീഡിൽ കഴിച്ചു കഴിഞ്ഞാൽ തടി കൂടുകയല്ലേ ഉള്ളൂ. നീ എന്തീ പറയണ? ഞാൻ ഫാസ്റ്റ് ആയിട്ട് കഴിച്ച എങ്ങനെയാടി തടി വെക്കുക? നീ ഒരുപാട് ഡയറ്റും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് ഒരു കാര്യമില്ല. നീ ഇത്ര ഫാസ്റ്റ് ആയിട്ട് കഴിക്കുകയാണെങ്കിൽ അത് നീ തടി കൂടാനായിട്ട് കാരണമാകുകയുള്ളൂ. നമ്മൾ കഴിക്കുന്നതും തടിയായിട്ട് എന്താ കണക്ഷൻ ഉള്ളേ? കണക്ഷൻ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം, വായോ. അതായത് നമുക്ക് വിശപ്പ് വരുന്നത് എന്തുകൊണ്ടാ? നമ്മുടെ സ്റ്റൊമക്ക് ഒരു ഹോർമോൺ റിലീസ് ചെയ്യും, ഗെർലിൻ എന്ന് പറയുന്ന ഹോർമോൺ. ഈ ഹോർമോൺ ബ്രെയിനിൽ പോയി പറഞ്ഞ് അങ്ങനെയാണ് നമുക്ക് വിശപ്പ് അനുഭവപ്പെടുന്നത്. ഇനി നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റൊമക്ക് ആവശ്യത്തിന് ഭക്ഷണം ആയിക്കഴിഞ്ഞാൽ ലെപ്റ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ റിലീസ് ആക്കും. ഈ ലെപ്റ്റിൻ ബ്രെയിനിലോട്ട് എത്തണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. ഇത് പ്രൊഡ്യൂസായി ബ്രെയിനിലോട്ട് പോയി കാര്യമൊക്കെ പറഞ്ഞു വേണ്ടേ നമ്മൾ അറിയാനായിട്ട്. കുറച്ച് സമയം എടുക്കില്ലേ? അപ്പൊ ആ സമയത്ത് നമ്മൾ ഒരുപാട് കഴിക്കുകയാണെങ്കിൽ എന്തുണ്ടാകും? ഇത് എത്തുന്ന നേരം കൊണ്ട് നമ്മൾ ഒരുപാട് ഓവർ ഈറ്റിങ്ങിലോട്ട് കാരണമാകും. പോരാത്തതിന് നമ്മൾ ഫോണോ കാര്യങ്ങളോ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ തന്നെയായിരിക്കും നമ്മുടെ ശ്രദ്ധ. അതും ഇതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്ന എന്താ ഉണ്ടാവണേ? നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിക്കാൻ മാത്രമല്ല, കറക്റ്റ് ആയിട്ട് നമ്മൾ ചവച്ചരച്ച് കഴിക്കാൻ ശ്രമിക്കില്ല. നമ്മൾ പെട്ടെന്ന് വിഴുങ്ങും. അങ്ങനെ വിഴുങ്ങുമ്പോൾ നമുക്കത് ഇൻഡൈജഷൻ ആകും. നമ്മുടെ ഭക്ഷണത്തിലുള്ള ന്യൂട്രിയൻസ് കാര്യങ്ങളൊന്നും അബ്സോർബ് ആകില്ല. അങ്ങനെ ഇത് പോയിട്ട് ബ്ലോട്ടിംഗ് ആകും, നമുക്ക് വയറുവേദന എടുക്കും, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകാം. പോരാത്തതിന് ഇത്രയും കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകും, ഹൈ ബ്ലഡ് പ്രഷർ, ഹൈ ബ്ലഡ് ഷുഗർ ആകും, മെറ്റബോളിക് സിൻഡ്രോം വരും. ഇത്ര കാരണങ്ങൾ പോരെ നമുക്ക് തടി കൂടാനായിട്ട്? ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഇടയിൽ ഒന്ന് എഴുന്നേറ്റ് പോയി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് വിചാരിക്കാം. നമ്മൾ പകുതി ഭക്ഷണം കഴിച്ചിട്ടുള്ളെങ്കിലും തിരിച്ചു വരുമ്പോഴേക്കും പിന്നെ നമുക്ക് ബാക്കി ഭക്ഷണം കഴിക്കാനായിട്ട് തോന്നാറുണ്ടോ? ഇല്ലല്ലോ. നമുക്ക് വയറ് ഫുൾ ആയ പോലെ തോന്നില്ലേ? അതിന് കാരണം ഈ സെയിം തന്നെയാണ്. അപ്പോഴേക്കും ഹോർമോൺസ് പ്രൊഡ്യൂസ് ആയി നമ്മുടെ ബ്രെയിനിന് സിഗ്നൽ കൊടുക്കും, വിശപ്പ് മാറി ഭക്ഷണം ഇനി കഴിക്കേണ്ട എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഇവിടെയും. നമ്മൾ ഒരുപാട് ഫാസ്റ്റ് ആയിട്ട് കഴിക്കുമ്പോൾ ഈ ഹോർമോൺസ് ബ്രെയിനിൽ എത്താനായിട്ടുള്ള ടൈം നമ്മൾ കൊടുക്കുന്നില്ല. അപ്പം നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിക്കും. അപ്പം ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകും. അതുകൊണ്ടാണ് ചവച്ചരച്ച് സമയമെടുത്ത് ഭക്ഷണം കഴിക്കാനായിട്ട് പറയുന്നത്. അപ്പം ഇപ്പൊ കാര്യം പിടികിട്ടിയില്ലേ? അപ്പം ഈ കാര്യങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കൂ. പിന്നെ ആയുർജൻ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്.